ജോലിക്കാരിയാണോ? അതെ. ആരാണെന്ന് നിന്റെ മുതലാളി വരുമ്പം ചോദിക്കൂ. പ്രമീള കൊച്ചമ്മയാണോ? എനിക്ക് ആളെ മനസ്സിലായില്ല. അത് നിന്റെ കുറ്റമല്ല. ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല. നിന്റെ മുതലാളി എവിടെ പോയി? രാവിലെ പുറത്തു പോയി. ശരി, ഈ പെട്ടി മുറിയിൽ കൊണ്ടുവയ്ക്കൂ. ഏത് മുറിയില്ല? അതും ഞാൻ പറഞ്ഞു തരണം അല്ലേ? മുതലാളിയുടെ ബെഡ്റൂമിൽ. മനസ്സിലായോ? വലിയ ദേഷ്യക്കാരനാ. ചോദിക്കാതെ. ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പറഞ്ഞത് കേട്ടാൽ മതി. പുറത്ത് കാറ് കിടക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വലിയ മുതലാളി വന്നായിരിക്കുമെന്ന്. കുഞ്ഞിനെ കണ്ടിട്ട് എത്ര നാളായി. എന്നെ കാണിച്ചു തരണമെന്ന് നിങ്ങളുടെ കൊച്ചുമുതലാളിക്ക് തീരെ വിചാരമില്ലല്ലോ. ആ, ശ്രീധരപിള്ളിക്ക് സുഖാണോ? ഓ, സുഖമാണ്. ഞാൻ എന്നും പറയും കുഞ്ഞിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ. ഏതായാലും ഇപ്പൊ വന്ന വളരെ നന്നായി. അതിരിക്കട്ടെ, അദ്ദേഹം എവിടെ? കൊച്ചുമുതലാളി മുതലാളി, നിങ്ങളുടെ പഴയ കാലമൊന്നുമല്ല. കുറച്ച് പണം കയ്യിലുണ്ടെന്ന് കരുതി എന്തൊന്ന് നടത്തി കളയാമെന്നുള്ള അങ്ങ് മനസ്സിൽ വെച്ചേച്ചാൽ മതി. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്? ആഹാ, ഒന്നും ഉണ്ടായില്ലല്ലേ? നമ്മുടെ പെൺകുട്ടികൾക്ക് മാനമായി വഴി നടക്കണം. പണ്ട് നിങ്ങൾ പല പെൺകുട്ടികളെ നശിപ്പിച്ച് പഴത്തൊരു പോലെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അത് അന്ന്. വേണമെങ്കിൽ ഇന്നും വായിൽ പല്ല് കാണൽ. എന്താ സംഭവം? എന്താടാ? എന്താ കാര്യമെന്ന്? ഇവന്മാരെയൊന്നും കൊച്ചുമുതലാളി കൈവെക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ ഇവിടെ നിന്നെ പോലുള്ളവരാ ഇവന്മാരെയൊക്കെ വളർത്തിവിടുന്നത്. ഓ, അങ്ങനെ തന്നെയെന്ന് വെച്ചോ. അതിനിപ്പോ എന്തോ വേണം? ഒന്നും വേണ്ട. നിന്റെ ഈ സ്വഭാവത്തിന്റെ ഫലം നീ തന്നെ അനുഭവിക്കും. അനുഭവിച്ചോളാം. പോണം. എടാ പോയിടാ. വന്നാട്ട് പാ. അമ്മച്ചി, ഇതാ പ്രസാദം. വേണ്ട മോളെ, ഞാൻ കുളിച്ചില്ല. എന്നാ മോളെ താക്കോല്. നീ വല്ലതും കഴിച്ചോണ്ടേ പോകാവേ. വേഗം വരി, വേഗം വരി. വേഗം വാ, നേരെ ഒരുപാടായി. എല്ലാരും ഇപ്പൊ പോയി കാണും. നീ എന്നെ നോക്കി സ്നേഹമായിട്ടൊന്ന് ചിരിക്കെങ്കിലും ചെയ്യണി പപ്പം. ഓ, ചിരിക്കാം. അമ്മ കാശ് വാങ്ങിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞയച്ചു. 6-7 കുപ്പിയുടെ കാശുണ്ട്. കൊടുക്കാൻ വേണ്ടി. കാശ് കൊടുത്തില്ലെങ്കിൽ അമ്മ വീട്ടിൽ കയറ്റുകയില്ല. ഞാൻ കേറ്റാം എന്റെ വീട്ടില്. എന്താ? 1 രൂപയ്ക്ക്. 1 രൂപയ്ക്ക്? ആ, 1 രൂപയ്ക്ക് തരാം. പക്ഷെ മണപ്പിക്കാനേ വരൂ. ശരിയേ? എന്നാ കണ്ണു അടച്ചോണ്ട് അടിച്ചോ. മൂക്കി പിടിച്ചോടാ. മട്ടം മട്ടാന്നല്ലേ കുട്ടികളാ. കാഴ്ചടാ. ആ, പോ. പാലുകൂടി മാറിയില്ല. അതിനുമുമ്പേ അവൻ ചാരായം കൂടി തുടങ്ങി. അണ്ണാ, ഇതുപോലെ ഒരു മുക്കുമാല എനിക്കും വാങ്ങിച്ചു തരുമോ? ഞാനേ മുങ്ങി. നിന്നെ കൂടെ മുക്കണോ? നിന്നാണ പത്മം. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഓ, എനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള പണം നമുക്ക് ശ്രീധരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഞാൻ ഇനി വരുന്ന പറ്റൂല. ചായക്കടയിലോട്ട് പോവാ. പിന്നെ ഞാൻ മാത്രം ഇവിടെ നിൽക്കണോ? എടി, നീ ഇവിടെ ഇരുന്ന് കൊടുത്തുള്ള കാശ് മേടിച്ചാ മതിയെന്ന്. രാമൻകുട്ടി അണ്ണനാണ്. രാമൻകുട്ടി അല്ലേ രാവണൻകുട്ടി ആയാലും നിന്നെ കണ്ടാ വീഴും. നീ ഇവിടെ ഇരുന്നോ. എടി, എവിടെ നില്ല? എടി, കൊള്ളാം. നല്ല സ്വഭാവം. എനിക്ക് പോകണം. എവിടെ പോകുന്നു ഇത്ര അത്യാവശ്യമായിട്ട്? ഇഷ്ടമുള്ളിടത്ത്. 10ാം ക്ലാസ് 3-4 തവണ ആയല്ലോ. ഇനി അങ്ങ് നിർത്ത്.
എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആ അത് കൊള്ളാം. നീ തലേ പൂവും വെച്ച് കാര്യം നോക്കി നടക്ക്. നിന്റെ തള്ളയുണ്ടല്ലോ ആ എസ്റ്റേറ്റ് കുറച്ചോണ്ട് കിടക്കുന്നു. വീടുണ്ടോ രാമൻകുട്ടി ഒന്ന് എടുക്കാൻ? രാമൻകുട്ടി, ഈ പ്രായത്തിലെ ഇങ്ങനെ നോക്കി നിന്നാലും തലക്ക് പിടിക്കും. മനസ്സിലായില്ല. ഞാനിപ്പോ ഇനി അത് മനസ്സിലാക്കി തരാൻ നിന്നാലും നിന്റെ തലേ കേറില്ല. ആ ഒരു ബീഡിന്റെ അത്. എന്താ നോട്ടുണ്ടോ? ആരെ? ഹ, അത് കൊള്ളാം. ആ പോയ പെണ്ണിനെ, ലക്ഷ്മി അമ്മയുടെ മകൾ ശാലിനിയെ. ഇല്ലെന്നില്ല. വളർത്താനോ അതോ കൊല്ലാനോ? ആ വളർത്താൻ തന്നെ. എങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കാതെ 4 പേരറിഞ്ഞ് താലി കെട്ടണം. ആ ലക്ഷ്മി അമ്മ 100 വട്ടം സമ്മതിക്കും. അവളൊന്ന് സമ്മതിച്ചു കിട്ടണ്ടേ ആശാനെ? ആ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലേ? അറിഞ്ഞുകൂടാ. ഇഷ്ടമില്ലെങ്കിൽ പെശക. ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്ന തരത്തിൽ പെരുമാറാൻ കുറച്ച് പഠിക്കണം. തന്റെ ഈ റൗഡിത്തരം കൊണ്ടൊന്നും അവള് കയറി നിന്നെ പ്രേമിച്ചെന്ന് വരില്ല. ഇങ്ങനെയൊക്കെ നടക്കാനാ എനിക്കിഷ്ടം. സൗകര്യം ഉണ്ടെങ്കിൽ സ്നേഹിച്ചാ മതി. ഇല്ലെങ്കിൽ എനിക്ക് വേറെ വഴിയുണ്ട്. വഴി പെണ്ണിനെ പെരുവഴിയിലാക്കല് തന്നെ. ആ ചിലപ്പോ അങ്ങനെയാവും. ആയിക്കോ ആയിക്കോ. ബീഡി ഉണ്ടോ ഒന്നും കൊടുത്താ?